ഒരു നാളെ ഇനി എനിക്കിത് സഹിക്കാൻ പറ്റൂല. നിങ്ങൾക്ക് നന്നാവാൻ പറ്റുമോ? നിങ്ങൾക്ക് നന്നാവാൻ പറ്റുമോ? ചീട്ട് കളിക്കണം, കള്ളു കുടിക്കണം, വിചാരം മാത്രം നിങ്ങളെ ഞാൻ ശരിയാക്കും. ഞാൻ ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാ ഇങ്ങനെ പെരുമാറ്റം പിന്നെ എങ്ങനെയാണ്? അയ്യോ അല്ല, ഞാൻ സ്നേഹിക്കാൻ ഞാൻ നിന്നെ ഇവിടെ കെട്ടിക്കൊണ്ട് അന്ന് മുതൽ ഞാൻ ഉണ്ണുന്നുണ്ടോ ഉറങ്ങുന്നുണ്ടോ മര്യാദക്ക് പാർക്കുന്നുണ്ടോ എന്ന് നീ നോക്കുന്നുണ്ടോ? ഒറ്റ ചവിട്ട് വന്നിട്ടുണ്ടല്ലോ. ഇതാണ് ഞാൻ പറയണത്. ഭാര്യയാണെങ്കിൽ സ്നേഹം വേണ്ടി കെട്ടിക്കൊണ്ടത് ഭർത്താക്കന്മാരോട് സ്നേഹം വേണം. അതിലേക്ക് സ്നേഹിക്കാൻ പറ്റിയൊരു സ്നേഹിക്കാൻ പറ്റും. നിനക്കൊക്കെ ഉണ്ടല്ലോ, നിന്നൊക്കെ ഇവിടെ കെട്ടിക്കൊണ്ട് വന്ന് ഗൾഫിൽ പോയി സൂഹിക്കണ ആണുങ്ങൾ വേണം. അല്ലാതെ എന്നെ പോലെ സത്യസന്ധന്മാരായിട്ടുള്ള ആണുങ്ങള് നിനക്ക് കിട്ടരുത്. ബാക്കിയുള്ള രാവിലെ ഇവിടുന്ന് ഇറങ്ങി പുറപ്പെട്ട് റോഡ് മുഴുവൻ അലഞ്ഞ് തിരിഞ്ഞ് വൈകുന്നേരത്ത് കേറി വരുമ്പോ തുള്ളി വെള്ളം ചോദിക്കുമ്പോ ഒന്നുമില്ല എന്ന് പറയാൻ എന്തിനായിട്ട് ഇല്ലേ? ഞാൻ ഒരു 1000-500 ഉറുപ്പ്യ എടുത്ത ഒരാളെ വെച്ചാ അവര് മണി പോലെ പറയില്ലേ? ഇല്ല പറയില്ലേ? നിങ്ങൾക്ക് എന്തിനു മാത്രം കഷ്ടപ്പാട്? കണ്ണി കണ്ടോന്റെ പറമ്പിൽ പോയിരുന്ന് ചീട്ട് കളിക്കണല്ലേ നിങ്ങളുടെ കഷ്ടപ്പാട്? ചീട്ട് കളിക്കണ എന്താ കുറവ്? എന്താ ചീട്ട് കളിക്കണ? ബുദ്ധിമാന്മാർക്ക് പറഞ്ഞ കളിയാ ചീട്ട് കളി. തുരിപ്പ് ചീട്ട് എന്താ നിനക്കറിയടി? 3 ആസിന്റെ വില എന്താ നിനക്കറിയോ? മര്യാദക്ക് റമ്മി കളിക്കാൻ അറിയാത്തുള്ള എന്നോട് വർത്തമാനം പറയാൻ വരുന്നത്. നാളെ മുതൽ ഞാനും ഇറങ്ങാടോ ചീട്ട് കളിക്കാൻ. ആരാട്ടൊക്കെ വന്നിട്ട് മര്യാദക്ക് ചിക്കിനെങ്കിലും എന്താ മുഖത്തൊരു പാട്? മുഖത്ത് ഒരു ഇല വീണതാ. ഇല എന്തല്ലേ അത്? തെങ്ങിന്റെ ഇല. തെങ്ങിന്റെ ഓലമടല്. നല്ല മത്തി വറക്കണം മണം വരുന്നുണ്ടല്ലോ. 2 പോയിഞ്ഞെടുത്തോ ഷാപ്പ് കൊണ്ടുപോവാ. അതിൽ അയിലാണ്. അയിലാവും അയില. ശ്യാമേ മോളെ ശ്യാമേ, എന്താണ് ഇന്നിവിടെ വാ. എന്താ? ഒരു 2 അയിലങ്ങ് പൊതിഞ്ഞെടുത്തോ. അയില എവിടാ? 2 അയിലങ്ങോട്ട് പൊതിഞ്ഞെടുക്ക്. നിങ്ങൾ മേടിച്ചു വെച്ചിട്ടുണ്ടായില്ല? അപ്പൊ മണം വരുന്ന അടുക്കളയെന്നല്ലേ? അധ്വാനിക്കുന്നവരുടെ വീട്ടിലെ അങ്ങനെ അയിലയും ചാളയും പോത്തും ചിക്കനൊക്കെ വറുക്കുകയും പൊരിക്കുകയൊക്കെ ചെയ്യുമ്പോ അതും കണ്ടിട്ട് ഇവിടെ ഇരുന്ന് വെള്ളം ഉറക്കണ്ട. അപ്പൊ എവിടെ ഈ അയില? എവിടെ? അപ്പൊ നമ്മുടെ അടുക്കളയല്ല അയില. അപ്പുറത്തെ വീട്ടിൽ നിന്ന്. എന്നാ പോയിട്ട് 2 അടിച്ചിട്ട് വാ. അയ്യോ എന്താ നോണം? എന്നാ പിന്നെ ഒരു മണോട് വരാൻ പാടില്ല. പോയി പറ. ചോദിക്കുമ്പോഴൊക്കെ തരില്ല. അവിടെ പോയി തടഞ്ഞു നിർത്തും നിങ്ങള്. ഇന്ന വളപ്പാണിത്. അതിനുണ്ടല്ലോ ഈ അതിന്റെ വളപ്പാ. ഇതിന്റെ അപ്പുറത്തേക്ക് അവര് മനുഷ്യനെ മണോട് വരണ്ടെന്ന് പറഞ്ഞാൽ എന്തായാലും തെറ്റ്. അയ്യോ എല്ലാം ശരിയാണ്. നിങ്ങള് ഞാൻ കൊല്ലു നോക്കിക്കോ. അതെ ഞാൻ ഒരു കാര്യം അവരോട് പറയാൻ പറ്റില്ല. അല്ല നിങ്ങൾ അതിന്റെ പിന്നിൽ തൂങ്ങി പിടിക്കലേ. അത് വിട്. ഞാൻ വന്ന കാര്യം പറയും. കച്ചവടം ചെയ്യണ്ടോ ഇല്ലേ? എനിക്ക് ഇന്ന് വിവരം അറിയണം. നാളെ വേറെ ആളെ ഏൽപ്പിച്ചിട്ട് പോവാളാ. ഞാൻ പറഞ്ഞില്ലേ ഇത് സുഗതൻ. അതെനിക്കറിയാലോ. സുഗതന് കള്ള് ഷാപ്പിൽ കറിയപ്പാണെന്നുള്ള അറിയില്ലേ? സുഗതൻ ഗൾഫിൽ പോവാണ്. വേണമെങ്കിൽ ആ ബിസിനസ് ഏറ്റെടുത്തിട്ട് നടത്താം. അതാണ് പറയുന്നത്. അല്ലാതെ വേറെ ആർക്കും കൊടുക്കണ്ട. പരിചയമുള്ളവര് ജീവിച്ചോട്ടെ വെച്ചിട്ട് പറഞ്ഞ നമുക്ക് വേണമെങ്കിൽ നടത്താനാ ഞാൻ പറയണത്. എനിക്ക് വേണ്ട. നിനക്ക് വേണ്ടെങ്കിൽ ഞാൻ നടത്തിക്കോളാം. അവിടെ അങ്ങനെ പാത്രമുണ്ട്, സ്റ്റൗ ഉണ്ട്, എല്ലാ സാധനവും ഉണ്ട്. ഇനിയിപ്പോ എന്റെ വേണ്ടു ലേശ ഇറച്ചി കുറച്ച് ഇറച്ചി മേടിക്കണം, കുറച്ച് മുട്ട മേടിക്കണം, കുറച്ച് എണ്ണ. ഒരു 1000-500 ഉറുപ്പ്യ ഉണ്ടെങ്കിൽ പണി തുടങ്ങും. ലാഭത്തിന് ലാഭം 500 ഉറുപ്പ്യ വേണ്ടല്ലോ. 1000 ഉറുപ്പ്യ പോകല്ലടാ. ദിവസം കിട്ടും. അതാണ് വേണമെങ്കിൽ ആലോചിക്ക്. അതാ ഞാൻ പറഞ്ഞ ചെയിൻ എടുക്കുന്ന ഇതാ. അല്ലാണ്ട് എവിടുന്ന് നമ്മള് തരൂല്ല മോനെ. എന്റെ കൈ കിടന്ന ചെക്കന്റെ എന്തേ കുടിച്ചു തീർത്തില്ലേ? ഇനി ആകെടുത്ത് ഒരു തന്നെ അല്ലേ? അയ്യോടാ നോക്കിയിരുന്നോ? ആകാശത്തോട്ട് നോക്കി വായും പൊളിച്ചിരുന്നോ? തരാ ഞാൻ നല്ലോണം. 2 മാസം കഴിയുമ്പോ ആശുപത്രി പോകണ്ട. എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ നിങ്ങൾ? ആശുപത്രിയില് എനിക്ക് അതിന് കരുതി വെച്ചേക്കണ തരൂല്ല ഞാൻ. കാലമാടൻ ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ. അതൊന്നും നടക്കില്ല സുഗത. അവൾക്ക് ആശുപത്രി പോകാനുള്ളത്. ആശുപത്രി പോയാലല്ലേ പെണ്ണുങ്ങൾക്ക് പ്രസവം വരുള്ളൂ. അല്ല, ആശുപത്രിയുടെ കാര്യം പറഞ്ഞപ്പോഴാ നമുക്ക് ഇവരുടെ കാശൊന്നും വേണ്ട. കാശ് മേടിക്കാൻ വേറെ വഴിയുണ്ട്. എന്ത് വഴി? നമുക്ക് ഈ പാവങ്ങൾക്ക് ഒരു സർക്കാരിന്റെ ഇൻഷുറൻസ് കാർഡില്ലേ? നമ്മള് മുനിസിപ്പാലിറ്റിയിൽ പോയിട്ട് വരലൊക്കെ വെച്ച് കുടുംബം അടക്കെടുത്തൊരു കാർഡ് എടുത്തു. ആ കാർഡ് ഉണ്ടെങ്കിൽ നമുക്ക് കാശുണ്ടാക്കാം. അങ്ങനെ നമ്മുടെ ആശുപത്രിയില് ലോലിതം പറഞ്ഞൊരാളുണ്ട്. മൂപ്പരെ പോയി കണ്ടാൽ മതി. ഞാൻ അങ്ങനെയല്ലേ കാശുണ്ടാക്കണം. ഈ കാർഡ് ഉണ്ടായാ മതി. അവിടെ ശരിയാക്കിയല്ലോ. അത് നമ്മളകത്തിരിക്കുന്നുണ്ട്. അയ്യാ പഠിച്ചിട്ടോ അവളോട് പറയാം.
വാർഷിക കണക്ക് നഷ്ടത്തിലാണ്. MD എന്നെ ചീത്ത വിളിക്കാത്ത ദിവസമില്ല. നിങ്ങളൊക്കെ കൂടെ ഇവിടെ എന്താണ് കാണിക്കുന്നത്? വരുന്ന പേഷ്യൻസിനൊക്കെ പറഞ്ഞു വിടാണ്. ഇവിടെ ജലദോഷമായിട്ട് വരുന്ന ആൾക്കാരിന് ഓപ്പറേഷൻ ചെയ്യണം എന്ന് പറഞ്ഞാൽ നടക്കണ കാര്യമാണോ? ജലദോഷമായിട്ട് പറഞ്ഞവർ നിങ്ങൾ ഓപ്പറേഷൻ ഒന്നും ചെയ്യണ്ട. അവരുടെ ECG എടുക്കാം, ബ്ലഡ് ചെക്ക് ചെയ്യാം, പിന്നെ എന്തെല്ലാം ചെയ്യാനുണ്ട്, സ്കാൻ ചെയ്തൂടെ. ഹോസ്പിറ്റലിന്റെ 3ാമത്തെ നില പകുതിയിൽ നിൽക്കുകയാണ്, ബാക്കി കെട്ടണ്ടേ? സാർ ചെയ്യാൻ പറ്റുന്നൊക്കെ ഇവിടെ ചെയ്യണ്ട്. അതെ, ഈ കഴിഞ്ഞ പ്രാവശ്യം വെറുതെ വിരലൊന്ന് ഉളുക്കി വന്നോന്റെ കാല് ഓപ്പറേഷൻ ചെയ്ത് ഞാൻ. ഈ കാല് സ്റ്റീൽ ഇട്ടിട്ട് എന്തിനു പറഞ്ഞു നോക്കിയപ്പോ സ്റ്റീല് സ്ക്രൂ ഇല്ലാണ്ട് ഞാൻ ഈ ക്യാൻറ്റീനിലുള്ള ഒരു സ്പൂണാണ് എടുത്തിട്ട്. നിങ്ങളിപ്പോ എത്ര നാൾ ഇവിടെ സിസേറിയൻ ചെയ്ത്? എന്റെ സാറേ, മാക്സിമം എന്നെ കൊണ്ട് പറ്റാവുന്നതൊക്കെ ഞാൻ സിസേറിയൻ ആക്കിയിട്ടുണ്ട്. നമ്മളെ ആശുപത്രിയിൽ വരുന്ന ആൾക്കാരനെ എങ്ങനെയെങ്കിലും കൊടുക്കാൻ നോക്കാന്നല്ലേ. ഇപ്പം ബോധം വന്നില്ലേ സാറേ? പാവങ്ങളെ പിയ്യണേലും ഒരു കണക്കില്ല സാറേ. നിങ്ങൾ പാവപ്പെട്ടവരെ പിഴിയാനൊന്നും നിൽക്കണ്ട. കേന്ദ്ര ഗവൺമെന്റിന്റെ ധനസഹായം കിട്ടുന്ന RSBY കാർഡ് ഉണ്ടല്ലോ, ആ കാർഡിലുള്ള ചികിത്സാ ധനസഹായം നമുക്ക് കിട്ടും. ഗവൺമെന്റ് നമുക്ക് തരും. അത് വാങ്ങി വയ്ക്കാൻ പോലും നിങ്ങൾക്ക് അറിഞ്ഞുകൂടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് രണ്ടുപേരെടുത്തായിട്ട് ഞാൻ എനിക്ക് ഒരൊറ്റ കാര്യം പറയാനുള്ളൂ. നിങ്ങൾ നാട്ടുകാരെ നന്നാക്കാനൊന്നും നോക്കണ്ട. നിങ്ങൾ ഈ ആശുപത്രി നന്നാക്കാൻ നോക്ക്. എന്നാലും നമ്മൾ നന്നാവും. നമുക്ക് നന്നാവട്ടെ. അല്ല, നന്നാവണോ? നല്ല നല്ല ഓപ്പറേഷനുകൾ വന്നാൽ മതിയായിരുന്നു റബ്ബേ. ഇല്ല ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഡോക്ടറെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് സാറേ. ഇല്ല ഞാൻ അത് എത്തിച്ചേക്കാം. സാറേ നമസ്കാരം. നമസ്കാരം. ഞാൻ ആ കാർഡ് കൊണ്ടുവന്നിട്ടുണ്ട്. എന്തിന്? പൈസ കിട്ടുന്ന കാർഡ്. പൈസ കിട്ടുന്ന കാർഡ് താഴെ ATM ലിഫ്റ്റ് ഉണ്ട്, അതിൽ കയറി പോയാൽ മതി. അതല്ല, ഞാൻ ഈ ഇൻഷുറൻസ് കാർഡ് ഇല്ല, ഇൻഷുറൻസ്, ആരോഗ്യ ഇൻഷുറൻസ് കാർഡ്. RSBY. അല്ല, ഇതിവിടെ തന്ന പൈസ തരും പറഞ്ഞു. ഇത് ഇവിടെ തന്ന പൈസ തരുമെന്നോ? അതെന്താണ് എഴുതി വെച്ചേക്കണേ? അത് ഹോസ്പിറ്റൽ. ഹോസ്പിറ്റൽ എന്നല്ലേ, പണയ സ്ഥാപനം എന്നല്ലല്ലോ. ഇതിവിടെ കാണിച്ച പൈസ കിട്ടുന്ന പറഞ്ഞ ഈ സുഗത ഇവിടെ കിടന്ന് ഇങ്ങനെ വിളിച്ചു പോവല്ലേ? ഇവിടെ കിടന്ന് വിളിച്ചു പോയി അതിൽ നിന്ന് പൈസ ഒന്നും കിട്ടൂല. നിങ്ങൾ BPL കാരനാണോ? ഞാൻ BPL ആണ് സാർ. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയാണോ? താഴെയാണ്. നിങ്ങളുടെ കയ്യിൽ RSBY കാർഡ് ഉണ്ടോ? ഉണ്ടല്ലോ. RSBY കാർഡ് എന്താണെന്ന് അറിയാമോ? അതറിയില്ല. അറിയില്ല. രാഷ്ട്രീയ സ്വാസ്ഥിക് ബീമാ യോജന എന്താണ്? കുന്ത ഇറങ്ങി പോടോ. അപ്പൊ സാറ് പൈസ തന്നാ ഞാൻ പോവാ. പൈസ തരൂ. പൈസ എടാ അങ്ങനെ ചുമ്മാ തരൂല. അതെങ്ങനെ ചുമ്മാ തരാൻ പറ്റും? താന് ഇവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവണം. അതിന് തനിക്ക് എന്തെങ്കിലും അസുഖം വേണം. അസുഖം ഉണ്ടല്ലോ. എന്താണ് അസുഖം? സാറിന്റെ മുഖത്തേക്ക് നോക്കിയതുണ്ട്. എന്താ? ഇവിടെ ഒരു കല്ലിപ്പ് കണ്ടില്ലേ? കല്ലുപ്പല്ല, കല്ലിപ്പ്. ആ അസുഖം പറഞ്ഞിട്ട് പൈസ വാങ്ങിക്കാലോ. അയ്യാ, അതൊക്കെ വല്ല ഓയിൻമെന്റ് ഒക്കെ തേച്ചാൽ അതൊക്കെ മാറും. അതൊന്നും കാണിച്ചിരുന്നാലും പറ്റും. എന്തിനാ ഓയിൻമെന്റ് തേച്ചാൽ അത് മാറില്ലേ? ഇത് മാറണ്ട. ഇത് മാറാത്രത്തോളം കാലം നമുക്ക് ഇന്ന് പൈസ വാങ്ങാലോ. എടാ, അങ്ങനെയൊന്നും ആ പൈസ ഒന്നും കിട്ടൂല. താൻ ഇവിടെ ഇത്ര ദിവസം കിടന്നെന്ന് പറയണം, പിന്നെ ചികിത്സയ്ക്ക് വേണ്ടിട്ട് ഇത്ര രൂപ ചെലവായെന്നുള്ളത് വേണം. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇത് ഇത്രയും തൊരടി പിടിച്ചതാണെന്നൊന്നും സുഗതം പറഞ്ഞില്ലല്ലോ. സുഗത എന്നെ തള്ളി വിട്ടിരിക്കുക. അവിടെയും ഇവിടെ കറങ്ങിയാണ്. സാറിനോട് ഇത് പറഞ്ഞു ശരിയാക്കി. സാറേ, ഇത് നമ്മുടെ വേണ്ടപ്പെട്ട ആള് എന്റെ പോലെ 50-50 സ്കീമിനെ കൊണ്ടുവന്നു. ഇത് ഇവിടെ വന്നിട്ട് 50-50 ആദ്യം പറയണ്ടേ? അത് പറഞ്ഞില്ല, അറിയില്ലല്ലോ, മറന്നു അത്. അപ്പൊ ഒരു കാര്യം ചെയ്യാം, നമുക്ക് 50-50 അടിസ്ഥാനത്തിൽ മുമ്പോട്ട് പോവാം. തന്നെ ഇവിടെ അഡ്മിറ്റ് ചെയ്യാൻ ഞാൻ ഡോക്ടറെ അടുത്ത് പറയാം. അഡ്മിറ്റ് ആവുന്ന സമയത്ത് തനിക്ക് ഒരു 2-3 ദിവസം കൂടെ ഇവിടെ അഡ്മിറ്റ് ആയി കിടക്കത്തക്ക രീതിയിലുള്ള എന്തെങ്കിലും അസുഖം ഉണ്ടെന്നും കൂടെ കാണിക്കാൻ വേണ്ടി ഞാൻ ഡോക്ടറെ അടുത്ത് പറയാം. അപ്പൊ ചികിത്സാ ധനസഹായത്തിന്റെ എമൗണ്ട് കൂടും. അപ്പൊ ബില്ലിലുള്ള എമൗണ്ടിന്റെ 50% എനിക്കും, അതായത് എനിക്കെന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിനും, പിന്നെ 50% തനിക്കും. അത് കുഴപ്പമില്ല. അഗ്രി. ഒരു കാര്യം നടക്കണമെന്നപ്പോ 3 ദിവസത്തിന് 750 ഉറുപ്പ് കിട്ടും. കാര്യം നടക്കില്ലേ? ചെയ്യാം സാറേ. അതൊക്കെ സാറേ, ആദ്യമായിട്ടാകൊണ്ട് പേടിയുണ്ടാവും. ഞാനും ഒരു 4 ദിവസം ഇവിടെ കിടക്കട്ടെ സാർ. എടാ, താൻ ഇവിടെ അഡ്മിറ്റ് ആയിരുന്നല്ലേ കഴിഞ്ഞ 4 ദിവസത്തിന് മുന്നേ? അതെ. പിന്നെ എങ്ങനെ കിട്ടാ? പണി പോണ കേസാണ് ഇതൊക്കെ. എന്നാ ഒരാഴ്ച കഴിഞ്ഞിട്ട് വന്നാക്കി കിട്ടോ? അത് പിന്നെ ആലോചിക്കാം നമുക്ക്. ശരി. സാറിന് ഇവിടെ കൊടുക്കാതെ എങ്ങനെ ഇത് നമ്മൾ ഇവിടുത്തെ ആളാ? സാർ എഴുതി തരും. ആ കടലാസ് കണ്ട ഡോക്ടർക്ക് മനസ്സിലാവും 50-50 ആണ്. ഉണ്ടല്ലേ പറയുന്നേക്ക് 50-50 ആന്ന് മനസ്സിലാവും. പിന്നെ അവര് പറയണ പോലെ കേട്ടാ മതി. പറയണ പോലെ ചെയ്യണം കേട്ടോ. എന്നാ ഞാൻ പോട്ടെ. എഴുത്ത് പഠിച്ചിട്ട് ഡോക്ടറെ അടുത്ത് പോയിക്കോട്ടോ. അത് എഴുതി തരാം. പുറത്ത്
ഇരിക്ക്. എന്താ അസുഖം? എന്താണ് അസുഖം? ശ്വാസം നിങ്ങൾ പുക വലിക്കാറുണ്ട് അല്ലേ? തീർന്നു പോയേ. ബീഡിയാ? ആ വീഡിയോ തീർന്നു. അല്ലേ അന്ന് വന്നപ്പോ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞല്ലേ ഇനി വലിക്കരുത്, പുക വലിക്കരുത് എന്ന് പറഞ്ഞല്ലേ? ഭക്ഷണം കഴിക്കാറില്ല, അപ്പൊ ഇതെങ്കിലും കഴിക്കേണ്ടതെന്ന് വിചാരിച്ച് വലിക്കണം. നിങ്ങൾക്ക് ഇതിന്റെ സീരിയസ്നെസ് ശരിക്കും അറിയോ? ഇതിന്റെ അപകടം എന്താണെന്ന് അറിയോ നിങ്ങൾക്ക്? അറിയില്ല. നിങ്ങൾ തിയേറ്ററിലൊക്കെ പോയിട്ട് സിനിമ ഒക്കെ കാണാറുണ്ടോ? ഇല്ല. അപ്പൊ അത് ഞാൻ പറഞ്ഞുതരാം. മക്കളൊക്കെ എന്താ ചെയ്യണ്? കുട്ടികളൊക്കെ ഉണ്ട്, അത് പല വഴിക്കാണ്. അന്ന് പറഞ്ഞ് ദുബായിൽ ഒരാളുണ്ട് പറഞ്ഞ്. ദുബായിലുണ്ട്. തരക്കമില്ലാത്ത ശമ്പളല്ലേ? അപ്പൊ നിങ്ങൾക്ക് ഞാൻ ഒരു കാര്യം കാണിച്ചു തരാം. അതായത് ഇത് കണ്ടങ്ങള്, ഇതൊരു മനുഷ്യന്റെ ശ്വാസകോശാണിത് ഈ കാണുന്നത്. വായ പൊളിക്കണ്ട, അങ്ങനെ വിചാരിക്കുക. അപ്പോ ഒരു ശരാശരി പുകവലിക്കാരന്റെ ശ്വാസകോശത്തിൽ അടിഞ്ഞു കൂടുന്ന ഒരു വർഷത്തെ കറയാണ്. അപ്പൊ 10-60 വർഷമായിട്ട് വലിച്ചു കൂട്ടണ നിങ്ങളുടെ ശ്വാസകോശത്തിൽ എത്ര കറ ഉണ്ടാവും? അപ്പൊ നിങ്ങളൊരു രോഗിയാണ്, വലിയ രോഗി. അത് കാരണം ഞാൻ ഒരു മരുന്ന് എഴുതി തരാം. ആ മരുന്ന് നിങ്ങൾ തൽക്കാലം 2 ദിവസം കഴിച്ചിട്ട് ഇവിടെ അഡ്മിറ്റ് ആക്കണം. ഇവിടെ അഡ്മിറ്റ് ആയിട്ട് നിങ്ങൾക്ക് വേണ്ട ഓപ്പറേഷൻ എന്താ വെച്ചാൽ അതും ഇതൊക്കെ ഇവിടെ ചെയ്തു തരും. ചിലപ്പോ ലിവർ മാറ്റി വെക്കേണ്ടി വരും. പേടിക്കണ്ട, അത് മേടിക്കാൻ കിട്ടും. അവിടുന്ന് മേടിച്ചു വെച്ചുതരും കേട്ടാ. ഓപ്പറേഷൻ വേണോ? ലിവർ മാറ്റി വെക്കേണ്ട നിസ്സാര ഒരു സംഭവമുള്ള ഒരു 10-60 ലക്ഷത്തിന്റെ ഇതില് നിൽക്കും. മക്കള് ദുബായിലല്ലേ, അപ്പൊ ഇത് ഇവിടെ കാണിച്ചാ മതി. ഇവിടെ 3ാമത്തെ നില കെട്ടി പൊക്കുകയാണേ. അപ്പൊ അതിനുള്ളൊരു സംവിധാനം ഇവിടെ പറഞ്ഞ ആൾക്കാർക്ക് ഇത് അവിടെ കൊണ്ടുപോയി കാണിച്ചു കഴിഞ്ഞാൽ ഇവിടെ അഡ്മിറ്റ് ആക്കും കേട്ടോ. ശ്വാസവാസം അവിടെ ഇരുന്നോട്ടെ, ശ്വാസവാസം ഇവിടെ ഇരുന്നോട്ടെ. ഇനിയും വരുന്ന ആൾക്കാർക്ക് കാണിച്ചു കൊടുക്കാനുള്ളതാണ്. ഉള്ള ശ്വാസവാസമായിട്ട് പോയിക്കോ. അതൊക്കെ പറഞ്ഞിട്ടുണ്ട്, അവിടെ കൊടുത്താൽ മതി കേട്ടാ. ദുബായിൽ മക്കളുണ്ട് എന്നൊക്കെ ഡോക്ടർമാരുടെ അടുത്ത് പറഞ്ഞാൽ വെറുതെ വിടാൻ പറ്റും. ഇരിക്കെ ഒരാളെ കിട്ടിയ സംസാരിക്കണ്ട. അല്ല ഇത് കൈയെടുക്ക്. ശ്വാസം വലിച്ചു. എന്താണ് ട്രെയിനോ? ആകെ കോഴിപ്പാട്ടുള്ള കിടക്കണേ. ഓപ്പറേഷൻ വേണ്ടി വരും. ചെറിയൊരു കഫക്കെട്ടിന്റെ അസുഖം. കഫക്കെട്ടോ? എടോ, യൂറിനും മോഷനും പ്രഷറും ബ്ലഡ് ടെസ്റ്റും സകലമാന സംഗതി വേണം. CT സ്കാൻ വരെ എടുക്കണോ എനിക്ക്? എനിക്ക് അസുഖം അല്ല അസുഖം ഒന്നുമില്ലല്ലോ. താനാ തീരുമാനിക്കുന്നത് എനിക്ക് അസുഖമില്ലാന്ന്? അതിന് വേണ്ടിയിട്ടാ ഞങ്ങളൊക്കെ ഇവിടുന്ന് UK-ലും അമേരിക്കയിലൊക്കെ പോയി പഠിച്ച് MBBS എടുത്ത് ബോർഡും നോക്കി ഇവിടെ ഇരിക്കണേ. അതല്ല സാറേ, ഞാൻ വന്നത് ലോലിത സാറ് ഒരു ഇത് ഇവിടെ കാണിക്കാൻ പറഞ്ഞിട്ട് അത് നോക്കൂ സാർ. അത് ശരി, RSBയുടെ ഈ കാർഡായിട്ടാ നടക്കണേ. ഇതാണ്. എന്നാ പിന്നെ ഞാൻ വന്നു പറഞ്ഞാൽ പറയാറുന്നില്ല എനിക്ക്. എന്നാലും സാറ് വല്ലാത്ത ആളാ. അല്ലെ, ഒരു അസുഖം ഇല്ലാത്ത എന്നെ ഇവിടെ പിടിച്ചിട്ട് ഓപ്പറേഷൻ വേണം എന്നൊക്കെ പറഞ്ഞു. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിലൂടെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് പോണേ. അല്ലാണ്ട് താൻ ഇവിടെ സത്യസന്ധതയ്ക്കുള്ള അവാർഡ് മേടിക്കാൻ വന്നൊന്നല്ലല്ലോ. അപ്പൊ വന്ന കാര്യം എന്താ വെച്ചാൽ സഹായിച്ചിട്ട് അങ്ങടെ പോവുക. ഭാരപ്പെട്ട കാര്യങ്ങളിലൊന്നും ഇടപെടാൻ നിൽക്കണ്ട കേട്ടോ. അപ്പൊ ഈ ഇതിന്റെ പൈസ അതിപ്പോ നിങ്ങൾ എന്തെങ്കിലും ഒരു അസുഖം പറഞ്ഞൊരു 4 ദിവസം ഇവിടെ എന്തെങ്കിലും രോഗം പറഞ്ഞ് ഇവിടെ അഡ്മിറ്റ് ആക്കും. അപ്പൊ അതിന് മൊത്തത്തിൽ കിട്ടുന്ന കായ് എന്താ വെച്ചാ അതിന്റെ ഒരു പകുതി കായ് നിങ്ങൾക്ക് കിട്ടും, പകുതി കായ് ഹോസ്പിറ്റലിന് പോകും. അസുഖം ഇല്ലാത്ത അസുഖമാണ് ഇപ്പൊ എഴുതി കാണിക്കണേ. വലിയ അസുഖം എഴുതാനോ? അങ്ങനെ വലിയത് അങ്ങനെ എഴുതാൻ പറ്റില്ല. ഇവിടെ ഇൻഷുറൻസ് വരും. ഇവിടെ ആൾക്കാർ ഇവിടെ വന്ന് അന്വേഷിക്കണ സമയത്ത് ഇൻഷുറൻസിന്റെ ആൾക്കാർ വരും. അത് അന്വേഷിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരാൾ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്, അയാൾക്ക് ഇങ്ങനെ അസുഖം ഉണ്ടോന്ന് അയാൾ പരിശോധിച്ചായിട്ട് ഇല്ല എന്ന് കണ്ടാൽ ഈ കാർഡും മൂവിന്റെ ജോലിയും സകല പണിയും തീർക്കും. തോന്നിയത് അങ്ങനെ എഴുതലല്ല കേട്ടോ. അവിടെ മറ്റേ ഇത് കമ്പൗണ്ടർ വരും, അങ്ങോട്ട് ചെന്ന് ഇരിക്കും. അവിടെ അയാൾ വിളിക്കുമ്പോ കൂടെ അങ്ങോട്ട് പോയിക്കോ, ബാക്കിയൊക്കെ അവര് ശരിയാക്കി തരും. അങ്ങോട്ട് ചെല്ലു. ഒന്നുമില്ല, അങ്ങോട്ട് ചെല്ലുന്നേ. അവിടെ പറഞ്ഞാൽ മതി, കമ്പൗണ്ടർ വരും കേട്ടോ. ഹലോ സാറേ, കഴിഞ്ഞ 4 ദിവസമായിട്ട് എൻ്റെ അച്ഛൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ്. ഇപ്പൊ ഡിസ്ചാർജ് ആയി. അപ്പൊ അതേ ഒരു ബില്ല് തന്നേക്കണ്, 10,000 രൂപയുടെ ബില്ലാണ്. അതിൽ 7,000 രൂപ എന്നോട് അടക്കണമെന്ന്. സാറേ, ഞങ്ങൾ പാവപ്പെട്ട BPL ലിസ്റ്റിൽപ്പെട്ടവരാണ്. ഞങ്ങൾക്ക് ഇൻഷുറൻസ് കാർഡ് തന്നിട്ടുണ്ട് സർക്കാർ.
ഇവിടെ അഡ്മിറ്റ് ആയപ്പോൾ തന്നെ ഞാൻ ഈ കാർഡ് കാണിച്ചതാണ്. അപ്പൊ പറഞ്ഞു 30,000 രൂപ വരെയുള്ള ചികിത്സ ഞങ്ങൾക്ക് ഫ്രീ ആണ്, 2 ദിവസം അഡ്മിറ്റ് ചെയ്താൽ നമുക്ക് ഈ സേവനം കിട്ടുമെന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ അഡ്മിറ്റ് ചെയ്തത്. 2 ദിവസം ഇപ്പൊ 4 ദിവസമായി. ഇപ്പൊ എന്നോട് പൈസ അടക്കാൻ പറഞ്ഞ ഞാൻ എവിടെ നിന്ന് പൈസ അടക്കും സാറേ? അച്ഛൻ എന്തായിരുന്നു അസുഖം? അച്ഛനൊരു ചെറിയ പക്വേദനയായിട്ട് വന്നാണ് സാറേ. ഇടുപ്പ്. എനിക്കിവിടെ ഒരു കൊക്ക് വേദനയുണ്ട്, ഞാൻ എങ്ങനെ പറയട്ടെ? കളിയാക്കല്ലേ സാറേ, ഞങ്ങള് പാവങ്ങളാണ്. അതെ, 4 ദിവസത്തിന് മുമ്പല്ലേ നിങ്ങളുടെ അച്ഛനെ അഡ്മിറ്റ് ചെയ്തത്? അതെ, 4 ദിവസം അഡ്മിറ്റ് ആയതിന്റെ 30,000 രൂപ 3,000 രൂപ ആയിട്ടുള്ളൂ. അയ്യോ എന്റെ സാറേ, അതല്ല, അച്ഛനെ ഞാൻ ഇവിടെ കൊണ്ടുവരുമ്പോ തന്നെ എക്സ്റേ, ECG, സ്കാനിങ് ഒക്കെ നടത്തി ഒരു 7,000 രൂപ എന്നോട് ഹോസ്പിറ്റലിൽ അടക്കാൻ പറഞ്ഞു. ആ പൈസ എന്റെ കയ്യിൽ നിന്ന് അടച്ചതല്ലേ, എനിക്ക് ഈ ക്ലെയിം പ്രകാരം ആ പൈസയും കൂടി കിട്ടണ്ടേ? അഡ്മിറ്റ് ആവുന്നതിന് മുമ്പ് ചെക്ക് ചെയ്തതിന്റെ പൈസയൊക്കെ നിങ്ങൾ ഹോസ്പിറ്റലിൽ അടയ്ക്കണം. അഡ്മിറ്റ് ആയതിനു ശേഷമുള്ള പൈസ മാത്രമേ കാർഡ് വഴി നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഇത് ഭയങ്കര കഷ്ടമാണ് സാറേ. 30,000 രൂപ വരെ ഞങ്ങൾ പാവപ്പെട്ടവർക്ക് ക്ലെയിം. നിങ്ങളുടെ അച്ഛൻ ഇവിടെ കയറി വരുമ്പോഴത്തേക്ക് നിങ്ങളുടെ അച്ഛനെ കണ്ടിട്ട് ഞങ്ങൾ ഗണിച്ചെടുക്കുമോ നിങ്ങളുടെ അച്ഛൻ ഇന്ന അസുഖം ഉണ്ടെന്ന്? ഇതെന്താന്നൊക്കെ പറയണത്? ഇതെന്തിന്റെ അസുഖമാണെന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. സാറ് നോക്കിക്കോ, ഇത് വേണ്ടടുത്ത് പോയി പരാതി പറഞ്ഞ് ഞാൻ സമാധാനം പറയിപ്പിച്ചില്ലെങ്കിൽ എന്റെ പേര് സാറ് മാറ്റിയിട്ടോ, ഇതിന് ഞാൻ സമാധാനം പറയിപ്പിക്കും. ഇപ്പൊ എങ്ങനെയുണ്ട്? ക്ഷീണം തോന്നുന്നുണ്ടോ? ക്ഷീണം ഉണ്ട്, എന്നാലും കുഴപ്പമില്ല ഡോക്ടർ. അനക്കൊക്കെ ഫീൽ ചെയ്യണില്ലേ? അനക്കൊക്കെ ഉണ്ട്. കുറച്ച് ബ്ലഡ് കുറവുണ്ടെന്ന് തോന്നുന്നു. സ്കാനിങ് റിപ്പോർട്ട്. അയ്യോ ഇത് പ്രോബ്ലം ആണ്. അയ്യോ എന്താ? കുട്ടിയുടെ പൊസിഷനിൽ പ്രോബ്ലം ഉണ്ട്. എന്തായാലും സിസേറിയൻ ചെയ്യേണ്ടി വരും. അയ്യോ, എന്റെ ആദ്യത്തെ പ്രസവം നോർമലായിരുന്നു. ആദ്യത്തെ പ്രസവം നോർമൽ ആയതുകൊണ്ട് ഇതും നോർമൽ ആണെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങളാണോ ഇതൊക്കെ തീരുമാനിക്കണത്? എന്റെ ഈശ്വരാ, കുട്ടിക്ക് നല്ലൊരു നാളൊക്കെ നോക്കി അന്ന് തന്നെ നമുക്ക് സിസേറിയൻ നടത്താം. കുട്ടിയുടെ ഭാവിയുടെ കാര്യല്ലേ. കാശ് കുറെ ആവൂലേ ഡോക്ടറെ? കാശാണോ കുട്ടിയുടെ ആരോഗ്യമാണോ വലുത്? അതാരോഗ്യമാണ്, പക്ഷെ കാശിന് കാശ് തന്നെ വേണ്ടേ? അത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? എന്റെ അടുത്ത് ഇൻഷുറൻസ് കാർഡ് ഉണ്ട്, അതുകൊണ്ട് ചെയ്യാൻ പറ്റുമോ? എന്നിട്ടാണോ ഇവിടെ വന്നിരുന്ന് ഈ ദാരിദ്ര്യം പറയണേ? അപ്പൊ പിന്നെ ഒരു പ്രോബ്ലം ഇല്ല, നമുക്ക് സിസേറിയൻ നടത്താം. നാളെ തന്നെ അഡ്മിറ്റ് ആയാലോ? ഡോക്ടറെ, നിങ്ങൾ അവിടെ എന്തെടുക്കാണ്? ദാണ്ട് ഇവിടെ ഇൻസ്പെക്ഷന് വേണ്ടി ആള് വന്ന് ഫയലുകളൊക്കെ ചെക്ക് ചെയ്തോണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഇങ്ങോട്ട് വാ. ഞാനേ ഇൻഷുറൻസിന്റെ ഇൻവെസ്റ്റിഗേറ്ററാ. ഇവിടെ കംപ്ലീറ്റ് ക്രമക്കേടാണല്ലോ. ആരാ ഇവിടുത്തെ ഡോക്ടർ? ഇരിക്കും ഡോക്ടർ. നമസ്കാരം സാറേ, ഞാൻ എന്റെ പേര് കോയാന്നാണ്. ഡോക്ടർ, ഞാനിവിടെ ഫയൽസ് ഒക്കെ ചെക്ക് ചെയ്തോണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതിനകത്ത് പിന്നെ ഒരുപാട് ക്രമക്കേട് നടന്നിരിക്കുകയാണ്. നിക്ക് ഓമനമ്മയുടെ നിങ്ങളുടെ കാറ്ററാക്ടിന്റെ സർജറി ചെയ്തിരുന്നു. ചെയ്തിട്ട് അവർക്ക് ലെൻസ് വെച്ചേക്കണത് നിങ്ങൾ 20,000 രൂപയുടെ ലെൻസ് ആണ് ഇതിൽ എഴുതി ക്ലെയിം ചെയ്തിരിക്കുന്നത്. ആക്ച്വലി നിങ്ങൾ വെച്ചേക്കണ 5,000 രൂപയുടെ ലെൻസ് ആണല്ലോ. അത് നമ്മൾ 20,000 ഉൾപ്പെടെ ലെൻസാണ് സത്യം പറഞ്ഞ ആദ്യം വെക്കാൻ നമ്മൾ ഉദ്ദേശിച്ചത്. പക്ഷെ നിങ്ങളത് വെച്ചിട്ടില്ലല്ലോ. അല്ല, അത് മേടിച്ചപ്പോ ഞാൻ പറഞ്ഞു അവര് ഒരു 10-80 വയസ്സായി, പിന്നെ ആവശ്യമില്ലാണ്ട് നല്ലൊരു ക്വാളിറ്റി ഉള്ള സാധനം ഈ വെച്ചിട്ട് വേസ്റ്റാക്കി കളയട്ടല്ലോ എന്ന് ഒരു അഭിപ്രായം വന്നു. മക്കൾ നിങ്ങളടുത്ത് പറഞ്ഞു? മക്കള് പറഞ്ഞില്ല, നമ്മൾ മക്കളോട് പറഞ്ഞു. നിങ്ങൾ അവരെ അല്ല അപ്പൊ മക്കളും ഞങ്ങളും കൂടി ഒരു ധാരണയില് വേറെ വേസ്റ്റാക്കി കളയത്തല്ല. ഇല്ല, ഇത് കാരണം വെച്ചാൽ ഇതിനകത്ത് വേറെ അനുമതികളുണ്ട്. ഞാൻ പറയില്ല, നിങ്ങളുടെ പേഷ്യൻസ് കംപ്ലൈന്റ് തന്നൊക്കെയാണ് ഞങ്ങളുടെ കമ്പനിയിൽ. കംപ്ലൈന്റ്? അതെ, കസ്റ്റമർ കംപ്ലൈന്റ് ഇൻഷുറൻസ്. ഇത് ഞങ്ങൾക്ക് അവിടെ കിട്ടിയിരിക്കുന്ന കംപ്ലൈന്റ് ആണ്. എന്റെ വീടിന്റെ തൊട്ടടിക്കുന്ന വീടുണ്ടല്ലോ, ആ വീട്ടിലെ പാവപ്പെട്ട ആ ഒരു ചെക്കൻ, അതായത് ഒരു ഹോം അപ്ലയൻസ് കടയിൽ നിൽക്കുന്ന ആ പയ്യൻ എന്നോട് പരാതി പറഞ്ഞതാ. അവന്റെ അമ്മയാണ് ആ കണ്ണ് സർജറി ചെയ്തത്. ഞാൻ ഒരു TV വാങ്ങാനായിട്ട് ആ കടയിൽ പോകുമ്പോൾ എന്നോട് ആദ്യം പറയുന്നത് ഈ പരാതിയാ. സാറിന്റെ വീട്ടിൽ TV ഇല്ലേ? TV ഇല്ലെന്ന് പറഞ്ഞാൽ ഞാനൊരു ഫ്രിഡ്ജ് നോക്കാൻ പോയി കൂടുതൽ ഒന്ന് TV നോക്കാൻ വേണ്ടി പോയി. ഫ്രിഡ്ജില്ല. എന്താ സാർ നിങ്ങളെ പോലെ ആൾക്കാരൊക്കെ പീടികയിൽ? അതെ, ഞാനിപ്പോ പുതിയതായിട്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത് വന്നതല്ലേ. അപ്പൊ ഒരു പുതിയ വീടായപ്പോ ഒരു ടിവിയും ഫ്രിഡ്ജും വേണോ? മസ്റ്റ് ആയിട്ടുള്ള കാര്യമല്ലേ, നല്ല കാര്യം. ഇത് അതൊന്നും വർത്താനല്ല. വൈകുന്നേരത്തോടു കൂടെ ഒരു ടിവിയും ആ ഫ്രിഡ്ജും സാറിന്റെ വീട്ടിലെത്തി. വേറെ വർത്താനല്ല. സാറിപ്പോ ഇങ്ങോട്ട് വന്നത് എങ്ങനെയാണ്? ഞാനിപ്പോ കാറിന്റെ ബൈക്ക് ഒന്നാമത്തെ സാറിനൊക്കെ ഒന്ന് വിളിച്ച. അതെ ശരിയല്ല സാറേ, പെട്രോൾ അതൊക്കെ നമുക്കറിയാം, ചെലവൊക്കെ. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ വക കാര്യങ്ങളൊന്നും ഇവിടെ വന്നിട്ട് നമ്മൾ കിട്ടേണ്ടത് അതാത് ആൾക്കാർക്ക് എത്തിക്കേണ്ട ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ടാവും, നമ്മൾ ചെയ്യും. ഇതിപ്പോ വേറെ വർത്താനമൊന്നല്ല, നമ്മൾ അർഹതപ്പെട്ടവർക്ക് കിട്ടേണ്ടത് കിട്ടണം. വർത്താനമുള്ളൂ, അത് നമുക്ക് സാറേ നിങ്ങളുടെ വണ്ടി ഇനി എന്തൊക്കെ ആയാലും എനിക്ക് നിങ്ങളുടെ ഒരു കാര്യം പറയാണ്ട്, അത് ഞാൻ പറഞ്ഞിട്ടേ പോകും. TV വാങ്ങുമ്പോ LED ഫ്ലാറ്റ് തന്നെ വാങ്ങണം.
സാർ എന്നോട് 2 ദിവസത്തിനകം ഇവിടെ വന്ന് അഡ്മിറ്റ് ആവാൻ പറഞ്ഞായിരുന്നു. അതല്ല സാർ, എനിക്ക് സിസേറിയൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ കാർഡ് എൻ്റെ കയ്യിലുണ്ട്. അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിട്ട് പോവാന്ന് കരുതി വന്നതാ. തൊട്ടിട്ടെടുക്കല്ല, പ്രസ് ചെയ്യും. അത് ശ്യാമളയുടെ പ്രസവം സിസേറിയൻ കഴിഞ്ഞല്ലോ. ഇത് എന്റെ സിസേറിയൻ കഴിഞ്ഞിട്ടില്ല സാർ. അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അതാണ്ട ഇതിലെ ഡേറ്റാസ് പ്രകാരമുള്ള കാര്യങ്ങളാണ് ഞാൻ പറയണത്. കഴിഞ്ഞ മാസം 21-ാം തീയതി ശ്യാമള ഇവിടെ അഡ്മിറ്റ് ചെയ്ത് 22-ാം തീയതി സിസേറിയൻ കഴിഞ്ഞ് പോയി. ഓർത്ത് നോക്കിയാണ് വല്ല മറവിയും സംഭവിച്ചോ നോക്കി. ഇല്ല സാറ്, എന്നെ കണ്ടറിഞ്ഞൂടെ എന്റെ സിസേറിയൻ കഴിഞ്ഞിട്ടില്ല എന്ന്. കഴിഞ്ഞ 21-ാം തീയതി ഞാൻ ചെക്കപ്പിന് വേണ്ടി വന്നായിരുന്നു ഇവിടെ. ചെക്കപ്പിന് വേണ്ടി ആരുടെ കൂടെ വന്നത്? അന്ന് പതിവില്ലാണ്ട് എന്റെ കെട്ടിയാനെ കൂടെ വന്ന. പുള്ളി നിർബന്ധിച്ചിട്ട് എന്നെ കൊണ്ടുവന്നത്. കെട്ടിയന്റെ പേരെന്താ? സത്യശീലൻ. സംഭവം അത് തന്നെ. ശ്യാമളക്ക് ഈ കാർഡ് പ്രകാരമുള്ള ആനുകൂല്യം ഇനി കിട്ടൂല കേട്ടാ. അയ്യോ, എന്താ പഞ്ചായത്തിൽ പറഞ്ഞായിരുന്നല്ലോ സിസേറിയന് 7,000 രൂപയും പ്രസവത്തിന് 4,000 രൂപയും കിട്ടുമെന്ന്. അതൊക്കെ കിട്ടും. അത് കിട്ടുന്ന ആനുകൂല്യം കിട്ടുന്ന ബാക്കിയുള്ള ആൾക്കാർ കിട്ടും. ഇതില് ഡേറ്റാസ് പ്രകാരം പറയുന്ന കാര്യങ്ങളിൽ 21-ാം തീയതി ശ്യാമള അഡ്മിറ്റ് ചെയ്ത് 22-ാം തീയതി പ്രസവം കഴിഞ്ഞ് പോയിട്ട് 7,000 രൂപ ധനസഹായം വാങ്ങിച്ചോണ്ട് പോയി. ഭർത്താവിനോട് ചോദിച്ചാൽ മതി, അങ്ങനെ അറിയാമല്ലോ. നിങ്ങളിത് എന്ത് വർത്താനാ സാറേ പറയണത്? എന്റെ ഓപ്പറേഷൻ കഴിഞ്ഞു എന്ന് പറഞ്ഞ് എനിക്ക് കിട്ടുന്ന ആനുകൂല്യം തട്ടിയെടുത്തിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടാനാ? ഞങ്ങളെ പോലുള്ള പാവങ്ങൾ ഇങ്ങനെ പറ്റിക്കാൻ പാടുണ്ടോ? ഇവിടെ പോലീസും കോടതിയൊക്കെ ഉണ്ടോന്ന് ഞാൻ നോക്കട്ടെ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പോലീസിലും കോടതിയിലും കൊണ്ട് പരാതി കൊടുക്കും. ആദ്യം കൊടുക്കണത് നിങ്ങളുടെ ഭർത്താവ് നിങ്ങളുമായിരിക്കും. സത്യേട്ടനാ? സത്യേട്ടനും നിങ്ങൾ ഇൻഷുറൻസ് കമ്പനിയെ പറ്റിച്ചതിന് ഇവിടുന്ന് കാശ് തട്ടിയെടുത്തതിന്. ഞാൻ തന്നെ പോലീസിനെ വിളിക്കാം. അയ്യോ വേണ്ട സാറേ, വിളിക്കണ്ട. പരാതിയൊന്നുമില്ല എനിക്ക്. എന്റെ കെട്ടിയാനും എങ്ങനെയായി പോയി. നിങ്ങൾ കൂടി ഇതിനെ കൂട്ടുന്നില്ലേ സാറേ? ഈ വയ്യാതിരിക്കുന്ന അവസ്ഥയിൽ ഞാൻ ഇവിടെ വരെ വന്നോന്നുണ്ടെങ്കിൽ എന്റെ ഗതികേട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഞാൻ എന്ത് ചെയ്യും? ഗവൺമെന്റ് ആശുപത്രി പോകാൻ അതിനും പൈസ വേണം. പാവപ്പെട്ടവർക്ക് പ്രസവിക്കാനാണ് ഗവൺമെന്റ് ആശുപത്രി. സഹോദരി ഒരു കാര്യം ചെയ്യും, അവിടെ ചെന്ന് പ്രസവിച്ചാട്ടെ. ചെല്ല്. ഞങ്ങളെ പോലുള്ള പാവങ്ങളുടെ ആനുകൂല്യം തട്ടിയെടുക്കാൻ കൂട്ടുന്ന നിങ്ങളുണ്ടല്ലോ, ഒരിക്കലും ഗുണം പിടിക്കൂല. നിങ്ങളുടെ തലയിൽ ഇടുത്തി വീഴുള്ളൂ. നോക്കിക്കോ. നിങ്ങളെ പോലെ തട്ടിപ്പിന് കൂട്ടുന്നവർക്കുണ്ടല്ലോ, ഇടുത്തി വീഴും. ഇടുത്തി. ലണ്ടനിൽ ഞാൻ പോയി പഠിച്ചു എന്ന് പറഞ്ഞാൽ ആ കോളേജ് വിദ്യാഭ്യാസം അങ്ങോട്ട് കഴിഞ്ഞു പറഞ്ഞാൽ പിന്നെ എനിക്ക് ജോലി കിട്ടിയിട്ടില്ല. ഞാൻ പിന്നെ ഒരു ഹോട്ടലിൽ പണിയെടുക്കായിരുന്നു. അവിടെ ലണ്ടനില് സിറ്റിയില് 10,000 രൂപയുടെ ബില്ലാണ്. അതിൽ 7,000 രൂപ എന്നോട് അടക്കണമെന്ന്. സാർ ഇപ്പൊ വന്നത് എങ്ങനെയാണ്? ഇല്ല, ഞാൻ കാറിലാ വന്നത്. എന്നാ 10,000-2,000 ഉറുപ്പിക ഞാൻ സാറിന് മുമ്പ് തന്നിട്ടുണ്ട്. അതെ, ഇപ്പൊ ഈ കഴിഞ്ഞ പ്രാവശ്യം വെറുതെ വിരലൊന്ന് ഉളുക്കി വന്നോന്റെ കാല് ഓപ്പറേഷൻ ചെയ്ത് ഞാൻ. സത്യാണ്. ഇതിന് സമാധാനം പറയിപ്പിച്ചില്ലെങ്കിൽ എന്റെ അച്ഛനെ കൊണ്ട് ഞാൻ ഇവിടെ സമാധാനം സോറി വല്ല കേസും വന്നാ എന്ത് ചെയ്യും സാറേ? നിങ്ങൾ കേസിന്റെ കാര്യങ്ങളൊക്കെ ഇവിടെ അതിനൊക്കെ ഡീൽ ചെയ്യാൻ വേണ്ടിട്ടാണ് ഞാൻ ഇവിടെ ഇരിക്കണം. അതന്നെ, നിങ്ങൾ എന്തിനാ ഇവിടെ ഇരിക്കണത്? അതാ ഞാൻ ആലോചിക്കണത്.